അനുമോളുടെ ഈ ഫാമിലി ഫോട്ടോയില് അച്ഛൻ കയറി ഇങ്ങനെ നടുക്ക് കാലും വെച്ചിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. ഒരു പിതൃമേധാവിത്വത്തിന്റെ അടയാളമായിട്ടല്ലേ ഈ കാണിക്കുന്നത്. മോൾക്ക് കുറച്ച് കരഞ്ഞു മെഴുകി എങ്ങനെയും കുറച്ച് ഫെയിം ഉണ്ടാക്കുക, കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നൊക്കെയുള്ള കാര്യമാണ്. ഇപ്പൊ വിവരമില്ലാത്ത ആൾക്കാരാണ്, ബുദ്ധിമോശമാണ്, അപ്പൊ ജസ്റ്റ് വിട്ടേക്കാണ്. അനുമോൾ എന്നോട് പറഞ്ഞത് നീ പോയി പണി ചെയ്ത് ജീവിക്കൂളെ എന്നാണ്. അനുമോൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? കാരണം എനിക്കറിയാവുന്ന അനുമോക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. നമ്മൾ വിചാരിച്ചു അത് കഴിഞ്ഞു അവിടെ എന്ന് വിചാരിച്ചു. പക്ഷെ പിറ്റേ ദിവസം വീണ്ടും അനുമോൾ വെള്ളിയാഴ്ച ആയപ്പോൾ ഒരു മെസ്സേജ് അയക്കുകയുണ്ടായി. ആ മെസ്സേജിന് ഏതാനും കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഇൻസ്റ്റഗ്രാം ഹാക്കായി. കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ അനുമോളുടെ കല്യാണം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ്. അതിൻ്റെ ഇടയിൽ അനുമോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് അനുമോളുടെ ചെക്കൻ, പിന്നെ അവരുടെ ഫാമിലിയിലുള്ളവർ, പിന്നെ അനുമോളുടെ അച്ഛനാണ് നടുക്കിരിക്കുന്നത്. ഞാൻ ആ ഫോട്ടോ ഇവിടെ സൈഡിൽ കാണിക്കാം. ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നൊന്നുമില്ല. പക്ഷേ ചില ആൾക്കാർക്ക് ഇത് വേറെ രീതിയിലൊക്കെയാണ് തോന്നിയിരിക്കുന്നത്. അതായത് അനുമോളുടെ അമ്മയ്ക്ക് ആ വീട്ടിൽ യാതൊരു സ്ഥാനവുമില്ല, അച്ഛനാണ് അവിടുത്തെ പ്രധാന ഭരണം എന്നൊക്കെയുള്ള രീതിയിൽ എന്തോ പറയണ്ട, ഒരു അടിച്ചാക്ഷേപിക്കുന്നുള്ള രീതിയിലുള്ള കുറച്ച് വീഡിയോസൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചല്ല, ഒരാളുടെ വീഡിയോ ആണ് പ്രധാനമായിട്ട് വന്നത്. അതിന് അനുമോൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറവിന് അവരുടെ ഇൻസ്റ്റഗ്രാം അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ കുറേ കഥകളായിട്ടൊക്കെ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും അവരുടെ വീഡിയോ ഒന്ന് കാണാം. അനുമോളുടെ ഈ ഫാമിലി ഫോട്ടോയില് അച്ഛൻ കയറി ഇങ്ങനെ നടുക്ക് കാലും വെച്ചിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. ഒരു പിതൃമേധാവിത്വത്തിന്റെ അടയാളമായിട്ടല്ലേ ഈ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെയൊക്കെ ഒരു ആവശ്യമുണ്ടോ? ഒരു ഫാമിലി ഫംഗ്ഷൻ നടക്കുമ്പം സാധാരണ എല്ലാവരും ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് എടുക്കാറുള്ളത്. അയ്യോ, ഈക്വൽ ആയിട്ടുള്ള ഫോട്ടോ എടുത്തില്ല. ഒരു പിതൃമേധാവിത്വം എന്ന പോലെയൊക്കെയുള്ള രീതിയിലാണ് തോന്നുന്നത്. ഇവനൊക്കെ സത്യം പറഞ്ഞാൽ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഞാൻ കാര്യമായിട്ട് ചോദിക്കുക. ഇങ്ങനെയും എന്തിനാണ് ഈ ബാക്കിയുള്ളവർ ചൊറിയാൻ പോകുന്നത്? വിമർശിച്ചോ, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ഒരു സാധനമൊക്കെ എടുത്ത് വെച്ചിട്ട് ഗ്രൂപ്പ് ഫോട്ടോ ആകുമ്പോൾ എല്ലാവരും ഒരേപോലെ ഇരിക്കേണ്ട, ഒരാൾക്ക് മാത്രം എന്താണ് ഒരു മുൻഗണന എന്നൊക്കെയുള്ള രീതിയിൽ ആരെങ്കിലുമൊക്കെ സംസാരിക്കുമോ? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ? ഇവൻ്റെയൊക്കെ തലയിൽ ശരിക്കും പറഞ്ഞാൽ എന്തുവാ, ചെളിയെങ്ങാണോ ആണോ? എനിക്കറിയാൻ മേലാണ്ട് ഞാൻ ചോദിക്കുക. അനാവശ്യമായിട്ട് ഓരോ കോൺട്രവേഴ്സി ഉണ്ടാക്കുക. ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ അനുമോളെ പറ്റിയിട്ട് പറഞ്ഞാലാണ് അത്യാവശ്യം റീച്ച്. അനുമോളുടെ റീസെൻറ്റ് വീഡിയോസൊക്കെ എടുത്ത് നോക്കി അതിൻ്റെ വ്യൂവർഷിപ്പ് എന്തുമാത്രം ഉണ്ട് എന്ന്. കാര്യം അത്രയും ആൾക്കാർ അവരുടെ വിഷയങ്ങൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അനുമോള് അച്ഛനെന്ന് പറയുന്ന ഒരു മനുഷ്യന് കൊടുക്കുന്നൊരു സ്ഥാനം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു ബഹുമാനവും ആ ഒരു കെയറും, എന്തിന് ഇവരുടെ കല്യാണം കഴിയുന്ന ആ ഒരു സമയത്ത് പോലും ആ അച്ഛൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുമായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ നല്ല രീതിയിൽ വൈറലായിട്ടും ഉണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ, ചില ആൾക്കാർക്ക് ഇങ്ങനെ എന്തെങ്കിലും പറയണം, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടത്തുള്ളൂ. ഇങ്ങനെയും കുറേ വായി നോക്കിയിട്ടുണ്ടോയെന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ അനുമോളെ പോലുള്ളവർക്കൊന്നും അറിയത്തില്ലല്ലോ പാട്രിയാർക്കി എന്താണ്, അത് സമൂഹത്തിന് കേടാണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനുമോൾക്ക് അറിയത്തില്ല. അനുമോൾക്ക് കുറച്ച് കരഞ്ഞു മെഴുകി എങ്ങനെയും കുറച്ച് ഫെയിം ഉണ്ടാക്കുക, കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നൊക്കെയുള്ള കാര്യമാണ്. ഇപ്പം വിവരമില്ലാത്ത ആൾക്കാരാണ്, ബുദ്ധിമോശമാണ്, അപ്പം ജസ്റ്റ് വിട്ടേക്കാണ്. നിനക്കാണ് സത്യം പറഞ്ഞ വിവരവും ബോധവും ഇല്ലാത്ത. ഇതിൻ്റെ ഇടയിൽ പാട്രിയാർക്കെ കുത്തിക്കയറ്റാനും പിന്നെ അനുമോൾക്ക് ജോലിയും കൂലിയില്ലെന്ന് പറയാനും സത്യം പറഞ്ഞാൽ നീ കാണിക്കുന്ന പരിപാടി എന്താ? ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്തിട്ട് റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്നു. അതല്ലേ നീ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത്? ഇതൊക്കെ ഭയങ്കര മോശമാണ്. ഉള്ള കാര്യം പറയാലോ, അനുമോൾ പേഴ്സണലി പോയി എങ്ങാണ്ട് ഇവന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, പോയി പണിയെടുത്ത് ജീവിക്കട ഊളയെന്ന്. യാതൊരു തരക്കേടുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അവർ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അവർ എൻജോയ് ചെയ്യുന്ന അവരുടെ കുറേ നിമിഷങ്ങൾ അവർ പങ്കുവെച്ചതിനകത്ത് എന്താണ് ഇത്ര പ്രശ്നം? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഫോട്ടോ എടുത്തതിൻ്റെ പേരിൽ വരെ ആൾക്കാർ വേറെ ഒരു രീതിയിലോട്ട് ഈ സാധനം ചിത്രീകരിക്കുവാണ്. അനുമോൾ എന്ന് പറയുന്നൊരു വ്യക്തി വീട്ടുകാർക്ക് എന്തുമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് എന്ന് ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോ കണ്ട എല്ലാവർക്കും അതറിയാവുന്നതേ ഉള്ളൂ. എന്നാൽ അനുമോളെ പറ്റിയിട്ട് ഞാൻ വാതോരാതെ പൊക്കി സംസാരിച്ച് വീഡിയോ ഇടാറുമില്ല. അനുമോൾ തെറ്റ് കണ്ട സമയത്ത് തെറ്റ് എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ എൻ്റെ ചാനലിലൂടെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ അൺനെസസറി ആയിട്ടുള്ള കാര്യമാണ്. ഒരാളെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്ത് എന്തെങ്കിലും പറയണ്ടേ? പ്രത്യേകിച്ച് ഈ ഒരു കല്യാണ സമയത്ത് എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കണ്ടേ? ഈ നെഗറ്റീവ് അനുമോളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഈ നെഗറ്റീവ് കമൻസ് കുറേ വന്നിട്ടുണ്ടായിരുന്നു. തങ്കച്ചൻ വിദൂരെ പറ്റിയിട്ടും പിന്നെ അനീഷിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊക്കെ. ഞാൻ അതൊക്കെ എടുത്തു വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ട് അനുമോളെ സപ്പോർട്ടാണ് ചെയ്തിട്ടുള്ളത്. കാര്യം കല്യാണം കഴിഞ്ഞു പോയി, പിന്നെയും അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ഓരോന്ന് പറയാനും വെറുതെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. കാര്യം ഇത് കാണുന്ന ആ പയ്യനും അല്ലെങ്കിൽ ആ പയ്യൻ്റെ വീട്ടുകാർക്കും അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അനുമോളെ അറിയാവുന്നവര് അനുമോക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കണം. ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ്. അനുമോൾ എന്നോട് പറഞ്ഞത് നീ പോയി പണി ചെയ്ത് ജീവിക്കൂളെ എന്നാണ്. അനുമോൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? കാരണം എനിക്കറിയാവുന്ന അനുമോക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല.
അനുമോള് സ്റ്റേജ് ഷോയിൽ പോകുന്നു, ബിഗ് ബോസ് അങ്ങനത്തെ പല പരിപാടികളിലൊക്കെ പോയിട്ടാണ് ഏൺ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്നും ഏർണിങ്സ് ഉണ്ടായിരിക്കും. പക്ഷേ ഞാനല്ലേ എൻ്റെ വൈഫ് എന്ന് പറഞ്ഞാല് ഞങ്ങൾ അത്യാവശ്യം നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ച് അത്യാവശ്യം ഞങ്ങൾ പഠനത്തിന് വേണ്ടി വായനയ്ക്ക് വേണ്ടി കുറച്ച് കാലങ്ങൾ അതിനുവേണ്ടി മാറ്റിവെച്ച് അതിനുശേഷം കോർപ്പറേറ്റിലേക്ക് കടന്നു വന്ന് കോർപ്പറേറ്റിൽ നല്ല കരിയർ ബിൽഡ് ചെയ്തൊരു മിഡ് മാനേജ്മെന്റ് ലെവലിൽ ജോലി ചെയ്യുന്നവരാണ് ഞാനും എൻ്റെ വൈഫും. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഒരിക്കലും പോയി പണി ചെയ്ത് ജീവിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ജഡ്ജ് ചെയ്യാൻ പാടില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാവരും സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുമാനം കണ്ടെത്താൻ ഉള്ളവരാണെന്ന് ഉള്ള അനുമോളുടെ ചിന്താഗതി തന്നെ തെറ്റാണ്. മനസ്സിലായില്ലേ? സെലിബ്രിറ്റീസിന് മാത്രമുള്ളതല്ല ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക്. ആർക്കൊക്കെ എന്തൊക്കെ അഭിപ്രായം പറയാം, എന്തൊക്കെ ഷെയർ ചെയ്യാം, എന്ത് പേഴ്സണൽ ലൈഫ്, കരിയർ റിലേറ്റഡ് എന്തും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഉള്ള പ്ലാറ്റ്ഫോമാണ്. അല്ലാണ്ട് സെലിബ്രിറ്റീസിന് വേണ്ടി ഡെഡിക്കേറ്റഡ് അല്ല ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ എന്ത് തോന്നിവാസം വിളിച്ച് പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല. നിങ്ങൾക്ക് പറയാം, അതിനകത്തൊരു മാന്യതയുണ്ട്. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ളൊരു കാര്യമല്ലേ. നിങ്ങൾ പറയുന്നു അനുമോൾ എന്ത് ജോലി ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അനുമോളുടെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അവർ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കുറേ നാളുകളായിട്ട് അത് ജനങ്ങൾക്കറിയാവുന്നത്. പിന്നെ അവർക്ക് ഇനി എനിക്ക് തോന്നുന്നില്ല ജോലിക്ക് പോയിട്ട് ജീവിക്കേണ്ട ഒരു ഗതികേടുണ്ടെന്ന്. കാര്യം അത്യാവശ്യം നല്ല രീതിയിലുള്ള സാമ്പത്തികം ഓൾറെഡി തന്നെ അനുമോൾക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പം നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ജോലിയും കൂലിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എന്തിനിതിൻ്റെയൊക്കെ പുറകെ നടക്കണം? എന്തിനിതൊക്കെ ഒരു വലിയൊരു ഇഷ്യൂ ആക്കാനായിട്ട് നിൽക്കണം? എനിക്കറിയാൻ മേലാണ്ട് ഞാൻ ചോദിക്കുക. അത് മാത്രമല്ല, നിങ്ങൾ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നവരെല്ലാവരും വരുമാന മാർഗം ഉണ്ടാക്കാനല്ല അതാണ്. എന്നിട്ട് അതേ വായും കൊണ്ട് നിങ്ങളിപ്പം പറയുന്നുണ്ട് ഞങ്ങളുടെ പേജ് ഹാക്കായിപ്പോയി, ഞങ്ങളുടെ ചാനൽ അടിച്ച് കളയാൻ നോക്കി, അങ്ങനെയൊക്കെ എന്തൊക്കെയോ നിങ്ങൾ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ച ഓരോരോ ഇഷ്യൂസാണ്. ഇതിങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. എന്ത് നല്ലത് കണ്ടു കഴിഞ്ഞാൽ അതിനകത്തൊരു കുറ്റം കണ്ടുപിടിക്കുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ. എന്തായാലും ഇനി ഡീറ്റെയിൽ ആയിട്ട് പുള്ളിക്കാരൻ്റെ വൈഫിനെയും കൂടെ അടുത്ത് പിടിച്ചിരുത്തി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചു അത് കഴിഞ്ഞു അവിടെ എന്ന് വിചാരിച്ചു. പക്ഷെ പിറ്റേ ദിവസം വീണ്ടും അനുമോൾ വെള്ളിയാഴ്ച ആയപ്പോൾ ഒരു മെസ്സേജ് അയക്കുകയുണ്ടായി. ആ മെസ്സേജിന് ഏതാനും കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഇൻസ്റ്റഗ്രാം ഹാക്കായി. അതെ, അപ്പോ സീക്വൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ ഒരു ദിവസം വൈകുന്നേരം പോസ്റ്റ് ചെയ്യുന്നു. അതിന് അനുമോൾ അന്ന് വൈകിട്ട് തന്നെ കമന്റ് ചെയ്യുന്നു. രാവിലെ ആയപ്പോൾ അനുമോൾ മെസ്സേജ് ചെയ്യുന്നു. അപ്പം അതായത് അനുമോളും അത് വിട്ടിട്ടില്ല, സംഭവം വിട്ടിട്ടില്ല. എങ്ങനെ വിടാനായിട്ട് പറ്റും? അവരുടെ അച്ഛനെ പറ്റിയിട്ട് ഇതിപ്പോൾ അവരുടെ അച്ഛനെ, അവരുടെ ഫാമിലി എല്ലാവരെയും കൂടെ ബാധിക്കുന്ന ഒരു വിഷയമല്ലേ. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഓരോ ആൾക്കാർ വന്നിരുന്ന് വീഡിയോ ചെയ്ത് കഴിഞ്ഞാലോ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതെങ്ങനെ വിടാനായിട്ട് തോന്നും? പിന്നെ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ പേജ് ഹാക്കായെന്ന്. അനുമോളെ സംബന്ധിച്ച് നിങ്ങളുടെ പേജ് ഹാക്ക് ചെയ്യേണ്ട ഒരു ഗതികേടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെങ്കിൽ അനുമോളുടെ ഫാൻസോ അല്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും ഒക്കെ മേ ബി ചെയ്തതായിരിക്കാം. അല്ലാതെ അനുമോൾക്ക് ഇതിൻ്റെ പുറകെ നടന്നൊരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയൊക്കെ ഓരോ വിഷയങ്ങളായിട്ട് വരുന്നവരെ, അതായത് മനഃപൂർവ്വം ഒരു വിഷയം ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന ആൾക്കാരുടെയൊക്കെ പേര് കൊണ്ടുവന്ന് കേസാണ് കൊടുക്കേണ്ടത്. കേസ് കൊടുത്തിട്ട് അത് എന്തുമാത്രം കാര്യമുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കഴിവതും ഒരു പരിധി വരെ കുറച്ച് ആൾക്കാരെ അടപ്പിക്കാൻ പറ്റും. ഇത് ഒന്ന് ആലോചിക്കും. ഇതിപ്പോൾ അവരുടെ അച്ഛനെ ഇതിനകത്തോട്ട് വലിച്ചിട്ട് ഒന്നാലോചിക്കുക. ആ ഒരു മനുഷ്യനെയൊക്കെ എന്ത് പറ്റിയത്? അവർ നല്ല രീതിയിൽ അതൊരു നല്ലൊരു പോസായിട്ട് തോന്നി. മേ ബി അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഫോട്ടോ എടുത്തത്. അത് കണ്ട ഒരു മനുഷ്യർക്കും തോന്നാത്ത കാര്യങ്ങളാണ് ഇവർക്ക് തോന്നുന്നത്. അവരുടെ അമ്മയ്ക്ക് പ്രശ്നമില്ല, അനുമോളുടെ ചേച്ചിക്ക് പ്രശ്നമില്ല, ആർക്കും ഒരു പ്രശ്നമില്ല. അവരുടെ കുടുംബത്തെ നാഥനെന്ന് പറയുന്നൊരു വ്യക്തിയാണ് അവരുടെ അച്ഛൻ. അല്ലാതെ യവൻ പറയുന്ന കണക്കുള്ള രീതികളൊന്നും അല്ല. ഫോളോ അപ്പ് ചെയ്ത് തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പൊ രാവിലെ ആയപ്പോഴത്തേനും മെസ്സേജ് അയക്കുന്നു. മെസ്സേജിന് ശേഷം ഒരു 3-4 മണിക്കൂറിന് ശേഷം ഞാനൊരു റിപ്ലൈ കൊടുക്കുന്നു. റിപ്ലൈ കൊടുത്ത ഏകദേശം ഒരു 3/4 മണിക്കൂറിന് ശേഷം എന്റെ അക്കൗണ്ട് ഹാക്കായി. അപ്പൊ ഒരു അച്ഛൻ സെന്റിമെന്റ്സോ ഒന്നും അല്ല നമുക്ക് അവിടെ കാണാൻ പറ്റിയത്. ഒരു സെലിബ്രിറ്റിയുടെ ഫോട്ടോ എന്ന് പറയുമ്പോൾ അത് വൈറലാവും, മില്യൺസ് ഓഫ് ആൾക്കാർ കാണും, ഇൻഫ്ലുവൻസ് ആകും. നിങ്ങൾ സാധാ ഒരു ഫാമിലി പോയി ഫോട്ടോ എടുത്ത് അവരുടെ ആൽബത്തിൽ സൂക്ഷിക്കുന്ന പോലല്ല. ഒരു ഫോട്ടോ കണ്ട് ഇൻഫ്ലുവൻസ് ആവാൻ എന്തു ഇരിക്കുന്നത്? വീട്ടിലെ അച്ഛനെ മുന്നിൽ പിടിച്ച് നിർത്തി ഒരു ഫോട്ടോ എടുത്താൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത്? നിങ്ങളുടെയൊക്കെ മനസ്സിലെ ചിന്താഗതിയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവരൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ബാക്കിയുള്ളവരെല്ലാം അങ്ങ് അടിച്ചു താഴ്ത്തി അച്ഛനാണ് ഒരു വലിയ നേതാവ് എന്നുള്ള രീതിയിൽ മനഃപൂർവ്വം കാണിച്ച് ഫോട്ടോ എടുക്കുന്നു. ചിന്തിക്കുക നിങ്ങളൊക്കെ, എന്ത് വൃത്തികെട്ട ചിന്താഗതിയാണ് നമ്മുടെ നാട്ടിലുള്ള കുറച്ചെണ്ണത്തിന്. ഇവരുടെയൊക്കെ എന്തെങ്കിലും കാര്യത്തിലോ ഇവരുടെയൊക്കെ എന്തെങ്കിലും പേഴ്സണൽ കാര്യത്തിലോ അനുമോളോ വേറെ ആരെങ്കിലും ഇടപെടാനായിട്ട് പോകുന്നുണ്ടോ? ഇത് ലക്ഷക്കണക്കിന് ആൾക്കാര് നാളെ ചിലപ്പോൾ ബാക്കിയുള്ളവരുടെ വീടുകളിലെല്ലാം ഇതുപോലെ ഒരു പോസ്റ്റ് വന്നെന്നിരിക്കും.
അതെ. അന്നേരം അമ്മ എവിടെ? അപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെ അച്ഛനെതിരെ അല്ല. ഞങ്ങൾ അച്ഛൻ ഇല്ലാത്തവരോ ഞങ്ങൾ അച്ഛനെ സ്നേഹമില്ലാത്തവരോ ഒന്നുമല്ല. ഞങ്ങള് അച്ഛനെ അമ്മയും ഒരുപോലെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ എല്ലാത്തിനും ഉപരി എല്ലാവരും വ്യക്തികളായിട്ട് അവരുടെ സെൽഫ് റെസ്പെക്റ്റിനെ മാനിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം അച്ഛന് കൂടുതൽ ഊന്നൽ എന്ന ആ ഒരു സംഭവത്തോടാണ് നമുക്ക് എതിർപ്പ്. അച്ഛൻ അമ്മ ഒരുപോലെ തന്നെയാണ്. ആങ്ങള പെങ്ങൾ ഒരുപോലാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയ്ക്കകത്ത് അനുമോളുടെ ഭർത്താവ് നിൽപ്പുണ്ട്, പിന്നെ വേറെ ഏതോ ഒരു ആൾ നിൽപ്പുണ്ട്. ഇവിടെ ആ ആ ഒരു ഫോട്ടോയ്ക്കകത്ത് ആ ഒരു പോസാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ അല്ലാതെ ആണുങ്ങൾക്ക് മാത്രം മുൻതൂക്കമുള്ളൊരു രീതി അങ്ങനെയുള്ളൊരു സംഭവമായിട്ടൊന്നും ഒരിക്കലും തോന്നത്തില്ല. ഇത് നിങ്ങൾക്ക് മാത്രം തോന്നിയ ചിന്താഗതി. അത് മേ ബി നിങ്ങളുടെയൊക്കെ ഫാമിലി ലൈഫിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ബാക്കിയുള്ളവരുടെ മണ്ടലോട്ട് ഇത് അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. കല്യാണം കഴിഞ്ഞ് മര്യാദയ്ക്ക് ജീവിക്കാനായിട്ട് നോക്കുന്ന സമയത്ത് പിന്നെയും പിന്നെയും ഓരോ വിവാദത്തിലോട്ട് വലിച്ചിടുക. അവർക്കിടയിൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ല. ജെൻഡർ ബേസ് ചെയ്ത് അവരുടെ ഫാമിലിയിലെ പൊസിഷന് വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. അതേ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാണ്ട് അനുമോളില് ഓക്കെ, എന്തായാലും ഇത്രയാണ് സംഭവം. ഈ കഥാപ്രസംഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യരുടെ നിന്നും പോയി വീഡിയോസ് കഴിവതും കാണാതിരിക്കുക. കാര്യം സമൂഹത്തിൽ തന്നെ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസാണ് ഇവർ കൊടുക്കുന്നത്. ആ അച്ഛൻ്റെ വീഡിയോസ് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പോയി നോക്കിയാൽ മതി. അത് എത്ര പാവമായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഒരു മനുഷ്യർക്ക് ഒരു ദ്രോഹം ചെയ്യാത്ത ആ ഒരു മനുഷ്യനെയൊക്കെ അതിനകത്തോട്ട് പിടിച്ചിട്ട് എന്തൊക്കെയാണ് കാണിക്കുന്നത്? നീയൊക്കെ എന്തൊക്കെയാണ് പറയുന്നത്? ഇതിൽ നിന്ന് എന്ത് ബെനിഫിറ്റാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? അനാവശ്യമായിട്ട് ഓരോ വിവാദങ്ങൾ നിങ്ങളൊക്കെ സൃഷ്ടിക്കുവാണ്. എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യം ശരിക്കും ഉണ്ടോ? ഇനി ഇൻ കേസ് നിങ്ങളുടെ പേജ് പോയിട്ടുണ്ടെങ്കിൽ തന്നെ യാതൊരു തരക്കേടുമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം ആരായാലും ചെയ്തു കൂടെ. ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ കാണിച്ച് കഴിഞ്ഞാൽ ചെയ്തില്ലെങ്കിലേ ഉള്ള ശരി. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം.